വാ വാ. ഇതാണ് നമ്മുടെ ജലസ്രോതസ് പ്രധാനമായിട്ടുള്ള. അപ്പോൾ ഇതൊരിക്കലും പറ്റില്ല. ഇപ്പം എത്ര കടുത്ത വേനലാണെങ്കിലും ഏതാണ്ട് ഒരാളുടെ ആകെ ഈ കിണറിൻ്റെ ആഴം എന്ന് പറയുന്നത് ഒരാളുടെ താഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും താഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ ആ താഴ്ചയിൽ തന്നെ വെള്ളം സ്ഥിരമായിട്ട് ആ ലെവലിൽ തന്നെ എപ്പോഴും വെള്ളം ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ഇപ്പം ഏതാണ്ട് ഫെബ്രുവരി മാർച്ചായി. ഇപ്പോൾ ഈ സമയത്തും നമുക്ക് കാണാം അവിടെ എല്ലാം വെള്ളം ഇങ്ങനെ ഉറവകൾ, നല്ല ഉറവകൾ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പം ഇത്ര നല്ല തെളിഞ്ഞ നല്ല വെള്ളമാണ്. എന്താ തണുപ്പ്! ഇപ്പം വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളം. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാടിൻ്റെ പ്രത്യേകത. നമ്മൾ മലയോര ഗ്രാമപ്രദേശമാണെങ്കിലും ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരു സ്കൂളുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഹോസ്പിറ്റലുകളോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നാട്ടിൽ ജീവിക്കാൻ ഏറ്റവും പ്രകൃതിദത്തമായിട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. വെള്ളമായാലും എത്ര കൊടും വേനലാണെങ്കിലും നമുക്ക് വെള്ളം വറ്റാറില്ല. അതുപോലെ വലിയ ചൂടും അനുഭവപ്പെടാറില്ല. പിന്നെ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് റബ്ബറും അങ്ങനെയുള്ള കുറച്ച് മരങ്ങളൊക്കെ വന്നതിന് ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ചില ഏരിയയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെയാണ് മലയോര പ്രദേശത്തിൻ്റെ ഓരോരോ ചെറിയ ചെറിയ പ്രത്യേകതകൾ. അപ്പം നമ്മളിത് മൂടിയിടാറാണ് സാധാരണ ചെയ്യുക. അപ്പം ഇതിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് മുമ്പ് ചൂരലുണ്ടായിരുന്നു. ചൂരൽ നമ്മൾ ആ ചൂരലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചൂരൽ കൊട്ടകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ പാറക്കെട്ടുകളാണ്. അപ്പോൾ ഈ പാറക്കെട്ടുകളിൽ കൂടി ഇതൊരു ചെറിയ തോടാണ്, ചെറിയൊരു സ്ട്രീമാണ്. മഴക്കാലത്ത് മാത്രം വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന ഒരു സ്ട്രീമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ അപ്പുറമാണ് ഇതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം. തൊട്ടടുത്തിട്ടുള്ള പറമ്പ് തന്നെയാണ്. ഇതിൽ അതിൻ്റെ സൈഡിലായതുകൊണ്ടാവാം ഇതിൽ വെള്ളം ഒരിക്കലും വറ്റാത്ത വെള്ളം നമുക്ക് ലഭിക്കുന്നത്.